മക്കളെ നമസ്കാരം. നമ്മൾ ജെഇ 2025 ജെഇ മെയിൻസ് ആൻഡ് അഡ്വാൻസ് 2025 എക്സാമിനേഷൻ കഴിഞ്ഞു. നിങ്ങളെല്ലാവരും എഴുതിയിട്ടിരിക്കുന്നവരായിരിക്കും. നമ്മൾ അവിടെ ജെഇ മെയിൻസ് ജെഇ അഡ്വാൻസിൻ്റെ പേപ്പർ 1 പേപ്പർ 2ൻ്റെ ഒരു അനാലിസിസാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ 2025 ഏതാണ്ട് 1,87,223 കുട്ടികളെ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള വർഷങ്ങളിലെ നമ്മൾ നോക്കുമ്പോൾ ടീച്ചർ നോക്കിക്കോളൂ, ഇതിൽ 1,60,000 ഇങ്ങനെ കൂടി വന്നിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ 2022 ഓരോ വർഷം കൂടി വരികയാണ്. ഓക്കെ, ഇപ്പോൾ ഏതാണ്ട് 1,87,000 കുട്ടികളാണ് 2025 രജിസ്റ്റർ ചെയ്തവർ. പക്ഷേ അവർ എഴുതിയവർ അപ്രോക്സിമേറ്റ്ലി 1,80,000 ആണ്. അപ്പോൾ IIT കോൺപൂരാണ് അതിൻ്റെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തത്. ഓക്കെ, നമ്മൾ നോക്കിയാൽ പേപ്പർ 1 ഓരോ പേപ്പറും 180 മാർക്കിലാണ്. 180 മാർക്കിലാണ്. അതിൽ ഓരോ സബ്ജക്റ്റിനും 60 മാർക്കാണ്. അതിൽ പേപ്പർ 1 4 സെഷൻ ഉണ്ടായിരുന്നു. പേപ്പർ 2ൽ 3 സെഷൻ ഉണ്ടായിരുന്നുള്ളൂ. പേപ്പർ 2ൽ 3 സെഷൻ ഉണ്ടായിരുന്നു. അതിൽ പിന്നെ ഇതിൽ കൂടുതലായിട്ട് എക്സ്ട്രാ വരുന്നത് സിംഗിൾ കറക്റ്റ്, മോർ ദാൻ 1 കറക്റ്റ് ഓപ്ഷൻ, നോൺ നെഗറ്റീവ് ഇൻറ്റീജർ പേപ്പർ 1 പക്ഷേ പേപ്പർ 2ൽ നെഗറ്റീവ് വന്നിട്ടുണ്ട്. നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് വന്നിട്ടുണ്ട് പേപ്പർ 2ൽ. ഓക്കെ, കോളം മാച്ച് ടൈപ്പ്. ഇതിനകത്ത് കോളം മാച്ച് ടൈപ്പ് വന്നിട്ടില്ല. ഇൻറ്റീജർ മാത്രമേ. ഇൻറ്റീജർ ഇതിനകത്ത് ഇൻറ്റീജർ നെഗറ്റീവ് ഇൻറ്റീജേഴ്സും വന്നിട്ടുണ്ട്. കെമിസ്ട്രിയിലും മാത്സിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതിൽ മാർക്ക് പാറ്റേൺ ആണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ഓക്കെ ഫുൾ മാർക്ക് പാർഷ്യൽ മാർക്കിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഇതിനകത്ത് നെഗറ്റീവ് 0, 1, 2, 3 എന്നുള്ള ഓരോരുത്തരണം കറക്റ്റ് ആവുന്നതിനനുസരിച്ചിട്ട് 0, 1, 2, 3 എന്നുള്ളത്. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഇവിടെ -1, ഇവിടെ -2 ആ നെഗറ്റീവ് മാർക്ക്. മെയിൻസിൽ നിന്ന് വ്യത്യാസമായിട്ട് അഡ്വാൻസിലുള്ള ഒരു ഈ മോർ ദാൻ 1 ഓപ്ഷൻ കറക്റ്റ് അല്ലേ? ഇങ്ങനെ പാർഷ്യൽ മാർക്ക് സിസ്റ്റം. പാർഷ്യൽ മാർക്സ് അഡ്വാൻസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പാർഷ്യൽ മാർക്ക് സിസ്റ്റം എന്ന് പറയുന്നത് പേപ്പർ 2. പൊതുവെ പേപ്പർ 2 കുറച്ചുകൂടി ടഫായിരുന്നു എന്നാണ് കുട്ടികളുടെ ഒരു റിപ്പോർട്ട് പറയുന്നത്. ഓക്കെ, അതിൽ പേപ്പർ അനാലിസിസ് നമ്മൾ നോക്കിയാൽ ഫിസിക്സ് മോഡറേറ്റ് ആയിരുന്നു, കെമിസ്ട്രി മോഡറേറ്റ് എന്ന് പറയുമ്പോൾ അഡ്വാൻസ് ലെവലിലുള്ള മോഡറേറ്റ് ആണ് പറയുന്നത്. മെയിൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്തമാറ്റിക്സ് ആസ് യൂഷ്വൽ വളരെ ലെങ്തി ആൻഡ് ടഫായിരുന്നു. പക്ഷേ ഞാൻ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ നോക്കിയിട്ട് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. മാത്സ് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പേപ്പർ 2 ടഫാണ് കുട്ടികൾ പറയുന്നുണ്ട്. കെമിസ്ട്രി എങ്ങനെയാണ് ടീച്ചർ? കറക്റ്റ്, ആവറേജ്. മെയിൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡ്വാൻസ് കുറച്ചുകൂടി ടഫായിരുന്നു. അഡ്വാൻസിന്റെ ആ ഒരു ടഫ്നെസ് ഒരിക്കലും കുറയില്ല അല്ലേ സാറേ? നമ്മൾ ഈ വർഷങ്ങളോളം പോയിക്കൊണ്ടിരിക്കും തോറും അതെ അഡ്വാൻസ് ടഫ്നെസ് കുറയില്ല. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടികൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരികയാണ്. കുട്ടികൾ കുറച്ചുകൂടി ഇപ്പം ടോപ്പ് ഒരു ക്രീം ലെവൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ വർക്ക് ചെയ്യുന്നു, കുറച്ചുകൂടി ഇൻഫർമേഷൻ അവർ കൂടുതൽ ഗ്യാദർ ചെയ്യുന്നുണ്ട്. അതോ എനിക്ക് തോന്നുന്നത് ഈ ഓൺലൈൻ എഫക്റ്റൊക്കെ ആയിരിക്കാം. പഠിക്കുന്ന കുട്ടികൾ കുറച്ചുകൂടി റെഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ വർഷം ഏതാണ്ട് 2%, 3% കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരികയാണ്. പിന്നെ അവർക്ക് IITs NITs പോകാനുള്ള ഒരു ആഗ്രഹം കുറച്ചുകൂടി കൂടി വരികയാണ്. അപ്പോൾ അവർക്ക് കണ്ട് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഓട്ടോമാറ്റിക്കലി അവർക്ക് വരും. അതൊരു നല്ലൊരു കാര്യമാണ്, പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിൽ പണ്ട് എങ്ങനെ ആയിരുന്നില്ല, കാരണം കുട്ടികൾക്ക് അറിവ് കുറവായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ ലിമിറ്റഡ് നോളജ് ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെയുള്ള എന്തെല്ലാം കോഴ്സുകളുണ്ടെന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്കെല്ലാം അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ അവരത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പോൾ കുട്ടികൾ സ്കൂൾ ലെവലിൽ തന്നെ ഞങ്ങൾക്ക് IITയിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാണ് കുട്ടികൾ. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ IIT എന്ന് പറയുന്നത് നമുക്ക് എത്തുവെക്കാൻ പറ്റാത്തൊരു സംഭവമാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു സ്ട്രക്ചേർഡ് പ്ലാനിങ് ഉണ്ടാവണം, ഒരു സ്ട്രക്ചേർഡ് സ്റ്റഡി ഉണ്ടാവണം. അപ്പോൾ നമുക്ക് IIT മാത്രമല്ല, IITs പോലെ തന്നെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. NICER ഉണ്ട്, ചെന്നൈ മാത്തമാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. ഇന്ത്യൻ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, IST, അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ അറിയുന്നവരും അവർക്ക് കൂടുതൽ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനുള്ള ഒരു താല്പര്യം അവർക്ക് കൂടി വരും. അപ്പോൾ ഇത് കുറച്ചുകൂടി പാരൻസ് കുറച്ചുകൂടി നോളജ് ഉണ്ട് അവർക്ക്. അപ്പോൾ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാരൻസിന്. ശരി, അപ്പം ഇതിൽ ഉള്ള പേപ്പർ അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേപ്പർ 1 പേപ്പർ 2 കെമിസ്ട്രിയിൽ ടീച്ചർ പറഞ്ഞോളൂ. കെമിസ്ട്രിയിൽ
കെമിസ്ട്രിയിൽ ലിസ്റ്റ് മാച്ച് ടൈപ്പിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. MCQ 3 ക്വസ്റ്റ്യൻസ്, നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് ക്വസ്റ്റ്യൻസ് ഇല്ല. ദെൻ ന്യൂമറിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ന്യൂമറിക്കൽ കുറച്ചുകൂടി കൂടുതലായിരുന്നു, 6 ക്വസ്റ്റ്യൻസ്. പൊതുവെ പേപ്പർ 2 ആണ് കുറച്ചുകൂടി കൂടുതൽ വന്നിരിക്കുന്നത് അല്ലേ ടീച്ചർ? ഫിസിക്സ് എങ്ങനെയാണ് ടീച്ചർ? ഫിസിക്സും ഈ പറഞ്ഞ പോലെ തന്നെ മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതേപോലെ MCQ നോൺ നെഗറ്റീവ് ഇൻഡീജർ ഇപ്രാവശ്യം ഇല്ല. ഇതിനകത്ത് നമുക്ക് വേറൊരു ഇതുണ്ട്. പിന്നെ നമ്മൾ ക്ലാസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11th 12th നമ്മൾ നോക്കുകയാണെങ്കിൽ 12th കുറച്ച് കൂടുതൽ വന്നിരിക്കുന്നത്. 12th പാറ്റേൺ വളരെ കൂടുതൽ, 12th വെയിറ്റേജ് കൂടുതലാണ്. ഇവിടെ തന്നെ നമ്മുടെ ഫിസിക്സിൽ ഏകദേശം 70%, 45%, പേപ്പർ 1 70%, പേപ്പർ 2 45%, അത്രയും 12th. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ 12th ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ തന്നെ 12th 87% വന്നിട്ടുണ്ട്. മാത്തമാറ്റിക്സിൽ പേപ്പർ 1 12th 87% വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ 12th ടോപ്പിക്കുകൾ കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ടോപ്പിക്കുകളാണ്. +1 എന്ന് പറയുമ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ്സ് ബിൽഡപ്പ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് കൂടുതൽ വരുന്നത് 12th. അതുകൊണ്ടായിരിക്കും. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ +1 ക്ലാസ് 11 ലിങ്ക്ഡ് ആണെന്ന് തോന്നുന്നു. ലിങ്ക്ഡ് ആണ്. അപ്പോൾ +1 പഠിക്കാതെ ഒരു കുട്ടിക്ക് ഇത് 12th നമുക്ക് ശരിക്കും എഴുതാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ഫിസിക്സിലാണെങ്കിൽ മൾട്ടി ടോപ്പിക് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും +1 +2 ഈക്വൽ വെയിറ്റേജ് ഇവിടെ പേപ്പർ 2 +1 അതായത് 11th 55%ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മിക്കവാറും മൾട്ടി ടോപ്പിക് ആയിട്ടാണ്, അതായത് കണക്ട് ചെയ്തിട്ടാണ് ഈ വന്നിരിക്കുന്നത്. ശരി. അപ്പോൾ ഒരു ആവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 77%, 67, മറ്റേത് 23, 33 ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ലിങ്ക്ഡ് ആയിരിക്കാം കുറേ ടോപ്പിക്കുകൾ. പക്ഷേ ഇപ്രാവശ്യം പണ്ട് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ മാത്തമാറ്റിക്സ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ചാപ്റ്ററിൽ നിന്നും അവർ ടച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററിൽ നിന്നും അവർ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. 3D ചാപ്റ്റർ ആണെങ്കിലും ഏരിയ ഓരോ ചാപ്റ്ററിൽ നിന്ന് അവർ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ വന്നിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിനുള്ള വർഷമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില ചാപ്റ്റർ കംപ്ലീറ്റ്ലി അങ്ങ് അവോയ്ഡ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാ ചാപ്റ്ററിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പം പിന്നെ മാട്രിസസ് ഇത് 12th ഇതെല്ലാം 12th പാരബോള ഇതൊക്കെ കോണിക്സ് ആണ്. അപ്പോൾ ഇത് മാട്രിസസ്, മാക്സിമം മിനിമയിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം മിനിമം. അതുപോലെ വെക്ടേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. വെക്ടേഴ്സ് ഇത്രയും മാർക്ക് ചോദിക്കുന്നത് ഈ അടുത്തിടയ്ക്ക് അത്രയും മാർക്ക് ചോദിച്ചിട്ടില്ല. അപ്പോൾ അത് ആണ്. അപ്പോൾ അതുപോലെ ടീച്ചർ അത് അടുത്തത് ഈ കെമിസ്ട്രി എന്ന് പറഞ്ഞു. പി ബ്ലോക്ക് എലമെന്റ്സ് ആക്ച്വലി നമുക്ക് ഡിലീറ്റഡ് ടോപ്പിക്കാണ്. ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ പി ബ്ലോക്ക് എലമെന്റ്സിനകത്തുനിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് ഹൈ വെയിറ്റേജ് ചാപ്റ്റർ ഡെലിറ്റഡ് ടോപ്പിക്സിൽ നിന്ന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അഡ്വാൻസിന് ആക്ച്വലി ഡെലിറ്റഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. പോളിമർ എന്ന ചാപ്റ്റർ ഒക്കെ നമുക്ക് ഡിലീറ്റഡ് ടോപ്പിക്സുകളാണ്. അതേപോലെ ഇലക്ട്രോ കെമിസ്ട്രി ഹൈ വെയിറ്റേജ് ചാപ്റ്റർ +2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസുകളാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് സോൾട്ട് അനാലിസിസ് പ്രാക്ടിക്കൽ കെമിസ്ട്രി ബേസ് ചെയ്തുകൊണ്ടുള്ള 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് കുറച്ച് ടഫ് ആയിട്ടുള്ള തന്നെയാണ്. ഇതിനകത്ത് ഇലക്ട്രോ കെമിസ്ട്രി 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഇലക്ട്രോ കെമിസ്ട്രി അത് കുറച്ച് നന്നായിട്ട്. അതുപോലെ ഇത് ബയോമോളിക്യൂൾസ് ബയോളജിയുമായിട്ട് ലിങ്ക്ഡ് ആണ്. 11 മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ട്. കാർബോക്സിലിക് ആസിഡ് കാർബണൈൽ ഗ്രൂപ്പുമായി റിലേറ്റഡ് ആണ്. ചാപ്റ്ററിൽ ഇപ്പോൾ ഇതിൽ മിസ്സേ ഓർഗാനിക്കിന് വെയിറ്റേജ് കൂടുതൽ ചെയ്ത് പഠിക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്ക് എല്ലാ ചാപ്റ്ററിൽ നിന്നും ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം എല്ലാ സബ്ജക്റ്റിലും മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും എല്ലാ ടോപ്പിക്കുകളും റെപ്രസെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. സൊല്യൂഷൻസ് തന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ സാധാരണ എപ്പോഴും പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി തന്നെ. അതൊന്നും തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. പിന്നീട് നമുക്കത് ഇപ്പോൾ ആദ്യം നമുക്കൊന്ന് ഔട്ട്ലൈൻ ഒന്ന് പറഞ്ഞു പോകാം. ടീച്ചർ ഫിസിക്സിൻ്റെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. നോർമലി നമ്മൾ 15 മാർക്കിൻ്റെ. അതെ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് പിന്നെ വന്നിരിക്കുന്നത് 11 മാർക്ക്. അതെ, എററിന് നമ്മൾ സാധാരണ ഇപ്പം നീറ്റിലൊക്കെ പഠിക്കുമ്പോൾ എററിന് അത്രയും പ്രാധാന്യം കൊടുത്ത് പഠിക്കാറില്ല. പക്ഷേ ജെയിൽ കണ്ട അഡ്വാൻസിൽ വരെ എറർ. അതേപോലെ തന്നെ യൂണിറ്റ് ആൻഡ് ഡയമെൻഷനിൽ കുറേ ടോപ്പിക്സ് വളരെ ഈവൻ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഇതിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മോഡേൺ ഫിസിക്സ് നല്ലോണം. അതെ, മോഡേൺ ഫിസിക്സ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. മോഡേൺ ഫിസിക്സ് കഴിഞ്ഞ വർഷം മോഡേൺ ഫിസിക്സ് അധികം ചോദിച്ചിട്ടില്ല. മോഡേൺ ഫിസിക്സിനെക്കാട്ടി കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി കൂടുതൽ ഇപ്രാവശ്യം മോഡേൺ ഫിസിക്സ്. അത് ഞാൻ പറഞ്ഞില്ല, മൾട്ടി ടോപ്പിക് ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല. മോഡേൺ എനിക്കൊന്ന് ഇപ്രാവശ്യം വേറൊരു കാര്യം കൂടെ സംബന്ധിച്ച് വെച്ചാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പിന്നെ സ്ട്രെസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. അതെ, നമ്മൾ കുട്ടികൾ ഇഗ്നോർ ചെയ്യുന്ന ചാപ്റ്റേഴ്സ് കൂടുതൽ. സിമ്പിൾ ഹാർമോണിക് മോഷൻ കുറച്ച് മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആണ്. അത് 10
മാർക്കിന്റെ. അതെ, ഈ പ്രാവശ്യം മാത്തമാറ്റിക്കൽ മാത്രമല്ല കോൺസെപ്ച്വൽ ഡീപ്പായിട്ടുള്ള കോൺസെപ്ച്വലും കൂടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതായിട്ടാണ് ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. അതുപോലെ തെർമോഡൈനാമിക്സ് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ആ വെയിറ്റേജ് തന്നെ കറക്റ്റ് ഒരു 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതെ. പിന്നെ വേവ്സ് ഒക്കെ നോർമലി നമ്മൾ അത്ര വേവ്സ് ഓസിലേഷൻസ് ഒന്നും അത്ര പറയാറില്ല കൂടി ഇപ്രാവശ്യം വേവ് ഒപ്റ്റിക്സ് എനിക്കൊന്ന് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ഒക്കെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ചാപ്റ്ററും അപ്പം ഇപ്പൊ ഒരു കുട്ടി ഇപ്പോൾ കുറെ ചാപ്റ്റേഴ്സ് പഠിക്കുക, 2-3 ചാപ്റ്റർ സ്കിപ്പ് ചെയ്താലും ബാക്കിയുള്ളതിനകത്തുനിന്ന് മാനേജ് ചെയ്യാൻ പോകാമായിരിക്കും അല്ലേ? പോകാമായിരിക്കും. പക്ഷേ എങ്കിൽ തന്നെ നമ്മളിപ്പോൾ കൊറോണയുടെ ടൈമിൽ അത്ര ഇത് മാത്രം സ്പെസിഫൈ ചെയ്ത് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്ക് നോക്കിയിട്ട് പോകുന്നൊക്കെ പറയുന്നതെല്ലാം അവസാനിച്ചു. ഇപ്പോൾ ഇനി മുതൽ ഈച്ച് ആൻഡ് എവറി ടോപ്പിക് നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ പഠിക്കണം എന്നാണ് ഉള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇപ്രാവശ്യത്തെ. ഇതിപ്പോൾ ഫിസിക്സിന്റെ ചാപ്റ്ററിന്റെ ഡിഫിക്കൽട്ടി ലെവലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും നല്ല SHMEന്നും സെന്റർ ഓഫ് മാസിന്നും ആസ് യൂഷ്വൽ സെന്റർ ഓഫ് മാസ് നമ്മൾ പറയാറുണ്ട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന്. ഈസി ആയിട്ട് എറേഴ്സിന്റെ പാർട്ട് ഈസി ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസി ആയിരുന്നു. പിന്നെ വേവ്സ് ഒക്കെ ടഫാണ്, അത്യാവശ്യം ടഫായിട്ടാണ് വന്നത്. ഇവിടെ ഗ്രാവിറ്റേഷനിൽ നിന്ന് ടഫ് ലെവലിലുള്ള ക്വസ്റ്റ്യനാണ് വന്നേക്കുന്നത്. ഓപ്റ്റിക്സിൽ നിന്ന് ടഫ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ. ബാക്കിയൊക്കെ ഏകദേശം മീഡിയം ടു ഈസി ടു മീഡിയം അങ്ങനെ ഒരു. പക്ഷേ ഈസി ടു മീഡിയം എന്ന് പറയുമ്പോൾ അഡ്വാൻസ് ലെവലിലാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു തിങ്കിങ് കപ്പാസിറ്റി വേണം, അതെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ടീച്ചറെ കെമിസ്ട്രി കെമിസ്ട്രിയിൽ സോൾട്ട് അനാലിസിസ് പ്രാക്ടിക്കൽ കെമിസ്ട്രിയാണ്, ടഫ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു നേരത്തെ ഡിസ്കസ് ചെയ്തത്. അതുപോലെ കോർഡിനേഷൻ കെമിസ്ട്രി D&F ബ്ലോക്ക് എലമെന്റുമായിട്ട് റിലേറ്റഡ് ആണ്, അവിടെ ടഫ് ക്വസ്റ്റ്യൻസ് തന്നെ. നമുക്ക് ഈസി ക്വസ്റ്റ്യൻ വന്നത് ആക്ച്വലി ജനറൽ ഓർഗാനിക് കെമിസ്ട്രി. സാധാരണ നമ്മൾ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാറുള്ളത്, പക്ഷേ ഈസി ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വിചാരിക്കാത്ത ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ഈസി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ പേപ്പർ 2-ൽ പക്ഷേ പ്രാക്ടിക്കൽ കെമിസ്ട്രി നമ്മൾ അത്ര കുഴപ്പിച്ചില്ല കുട്ടികളെ. മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നത്. ഈസി അതായത് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഡിലീറ്റഡ് ടോപ്പിക്. കെമിക്കൽ ബോണ്ടിങ് ഒക്കെ ടഫ് ആയിട്ടാണ് ചോദിച്ചത്. കെമിക്കൽ ബോണ്ടിങ് ടഫ് ആയിട്ടാണ്, പക്ഷേ കുട്ടികൾ ഈസി ആയിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. ഫിസിക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരുന്നു കെമിസ്ട്രി. മാത്തമാറ്റിക്സിൽ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ആക്ച്വലി ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് ക്വാഡ്രാറ്റിക് NCERT കുറച്ചേ ഉള്ളൂ. പക്ഷേ അഡ്വാൻസ് ലെവൽ മെയിൻസിൽ വരുമ്പോൾ ക്വാഡ്രാറ്റിക് എന്ന് പറയുന്നത് ഒരുപാട്. കാരണം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിക്കാതെ ഒരു കുട്ടിക്ക് വേറൊരു ദിവസം നമ്മുടെ എന്താ പറയുന്നത് കേരള സ്റ്റേറ്റ് ബോർഡിലൊക്കെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഡിലീറ്റഡ് ആണ്. ഡിലീറ്റഡ് ആണ്. ഒരു NCERT 2 പേജൊക്കെ ഉള്ളൂ. പക്ഷേ അഡ്വാൻസ് മെയിൻസ് ലെവലിൽ വരുമ്പോൾ ക്വാഡ്രാറ്റിക് ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. ക്വാഡ്രാറ്റിക് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അത് അതിനകത്തൊന്നും നല്ലോണം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് മീഡിയം ലെവലായിരുന്നു. പക്ഷേ പിന്നെ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ്, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, ഇതിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനൊക്കെ വലിയ ടഫ് ഇല്ലാത്ത രീതിയിലാണ് ചോദിച്ചത് പ്രാവശ്യം. സാധാരണ കുട്ടികൾക്ക് ഇത്തിരി പ്രയാസമുള്ള ഒരു ഏരിയയാണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. പക്ഷേ അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഒരു ആവറേജ് കുട്ടിക്ക് അത് എടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റനാണ്. പിന്നെ വെക്ടേഴ്സ് 3D നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് മീഡിയം ലെവൽ ക്വസ്റ്റൻ ആയിരുന്നു. ഇവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നന്നായിട്ട് റെപ്രസെന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്, നല്ലോണം ചോദിച്ചിട്ടുണ്ട് ഡിഫറൻഷ്യൽ. അതുപോലെ തന്നെ മാത്സിന്റെ പേപ്പർ ലെങ്തി ആണെന്ന് പറയുന്നത്. ലെങ്തി എന്ന് സംബന്ധിച്ച് ഇത് കുറച്ച് മാത്തമാറ്റിക്സ് പൊതുവേ ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അത് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്ത് കുട്ടി കോൺസെപ്റ്റ് തറവാകുന്ന കുട്ടിക്ക് അത് പിന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കറിയാം ഏത് റൂട്ടിൽ കൂടെ പോകണം എന്നുള്ളത് മനസ്സിലാവും. അത് പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും കുട്ടി. അപ്പോൾ അത് ആണ്. അപ്പം പൊതുവേ വലിയ കുഴപ്പമില്ലാത്തൊരു പേപ്പറായിരുന്നു ഇപ്രാവശ്യം. ഇപ്പോൾ 2022 ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 2022 ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് വന്നിരുന്നത്. ബോംബെ IIT ആണ് അവർ സെറ്റ് ചെയ്തത്. പക്ഷേ അതിനുശേഷമുള്ളത് അത്രയും ആ ഡിഫിക്കൽട്ട് ലെവൽ കുറഞ്ഞ് വരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് റാങ്കിങ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന മാർക്ക് ഇപ്പം 345 to 355 ആണ് ഫസ്റ്റ് റാങ്ക് അങ്ങനെ വരുന്നത്. ബട്ട് 300 ഒരു +or-10 വരുമ്പോഴത്തേക്ക് ഒരു 150 റാങ്കിനകത്തേക്കൊക്കെ വരും. അപ്പോൾ അതിൽ നമുക്കൊരു 99 ആവറേജ് ഒരു 99 മാർക്കുള്ള കുട്ടിക്ക് ഒരു 15,000 റാങ്കിനകത്തേക്ക് വരുന്നതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 2022 ഇപ്പോൾ 314 ആയിരുന്നു. ഇവിടെ ഏറ്റവും ടഫസ്റ്റ് പേപ്പറാണ്. ഇവിടെ 355 വരുന്നുണ്ട്. ഇവിടെ 354 വരുന്നുണ്ട് 2022. അതാണ് ഏറ്റവും ഈ ഒരു 4-5 വർഷങ്ങളിൽ ഏറ്റവും ടഫായിട്ടുള്ള പേപ്പർ. 24 കമ്പയർ ചെയ്യുമ്പോൾ പൊതുവെ പറയുന്നത് ഇത്തിരി ടഫായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അനാലിസിസിൽ മാത്തമാറ്റിക്സ് അത്രയും ടഫായിട്ട് ചോദിച്ചിട്ടില്ല. പിന്നെ ആവറേജ് ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ടഫായിരുന്നതാണ്
പറയുന്നത്. എന്നാലും അത്ര വലിയ ടഫ്നെസ് അതിനകത്ത് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം ഇപ്പോൾ കട്ട് ഓഫ് വരുന്നത് ജനറൽ കഴിഞ്ഞ പ്രാവശ്യം 109 ആയിരുന്നു 2024 ജനറലിന്. ഇപ്രാവശ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 101 ബിറ്റ്വീൻ 101 ആൻഡ് 105 ആണ്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ് ഇത് നമ്മൾ പറയുന്നത്. ഓക്കെ, അടിച്ചത് മാത്സിൻ്റെ പേപ്പർ നമ്മൾ നോക്കിയാൽ വളരെ ഇപ്പം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓടിച്ചു പോകാം. ഇപ്പോൾ ഇതിപ്പം ഫങ്ഷൻസിലെ ക്വസ്റ്റനാണ്. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്ന വാട്ട് ഇസ് എ കോഎഫിഷ്യന്റ് ഓഫ് എസ് ക്യൂബ് എഫ് എക്സ് നോട്ട് ഈക്വൽ ടു ജി എക്സ് എന്നാണ്. എഫ് എക്സ് നോട്ട് ഈക്വൽ ടു ജി എക്സ് എന്ന് പറയുമ്പോൾ എഫ് എക്സ് മൈനസ് ജി എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. എഫ് എക്സ് മൈനസ് ജി എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് അതിന് റൂട്ട് ഇല്ലാന്നർത്ഥം. റൂട്ട് ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എഫ് മൈനസ് ജി ചെയ്യുമ്പോൾ ഇത് x⁴ കട്ടായിട്ട് നമുക്കൊരു ക്യൂബിക്ക് കിട്ടും. എസ് ക്യൂബിലുള്ള പിന്നെ ഒരു ഇക്വേഷൻ കിട്ടും. അതിന് നോട്ട് ഈക്വൽ ടു 0 വരണമെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കണം. കാരണം എല്ലാ ക്യൂബിക്കിനും റൂട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 0 വരണം. എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് 0 വരണം നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ആ കോൺസെപ്റ്റ് അവിടെ ആ കുട്ടിക്ക് അറിയണം. എന്നാൽ എസ് ക്യൂബിന് ഒരു ക്യൂബിക്കിന് എപ്പോഴും റൂട്ട് ഉണ്ടായിരിക്കും എന്നുള്ള കോൺസെപ്റ്റ് കുട്ടിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇത് പിന്നെ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റനാണ്. പ്രോബബിലിറ്റിയിൽ വളരെ ഇത് പിന്നെ സ്റ്റാൻഡ് ലോൺ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വേറെ ചാപ്റ്ററായിട്ട് കണക്ഷനൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റനാണിത്. അതുപോലെ തന്നെ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റനാണ്. ഇത് കുട്ടികൾ കുറച്ച് സമയം എടുക്കുന്ന ഒരു ക്വസ്റ്റനാണ്. കാരണം എസ്ക്വയറിൻ്റെ സൈൻ 1/x മിക്കവാറും ഒക്കെ വരുന്നതാണ്. എസ്ക്വയറിൻ്റെ സൈൻ 1/x എന്ന് പറയുന്നത് എപ്പോഴും ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനാണ്. കാരണം എക്സിൻ്റെ പവർ 1 കൂടിയിരുന്നാൽ അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഓസിലേറ്റീവ് ഫംഗ്ഷനായിട്ട് വരുന്നതുകൊണ്ട് ആ ഓസിലേറ്റീവ് ഫംഗ്ഷനായിട്ട് വരുമ്പോൾ അത് 0യുടെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻ ദ ഇൻ്റർവൽ -Δ0 ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻക്രീസ്. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. കാരണം 0യുടെ പിന്നെ നെയ്ബർഹുഡിൽ ആ ഫംഗ്ഷൻ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊരു നോട്ട് ആൻ ഇൻക്രീസ് ഫംഗ്ഷൻ. ഒക്കെ കുട്ടിക്ക് ചെയ്ത് നോക്കാതെ തന്നെ എഴുതാൻ പറ്റും. ഈ കോൺസെപ്റ്റ് അറിയാവുന്ന കുട്ടിക്ക് ചെയ്ത് നോക്കാതെ പെട്ടെന്ന് എഴുതാൻ പറ്റും ആ ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ ഉള്ള ക്വസ്റ്റനാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റനാണ്. Q ഇൻവേഴ്സ് ഈക്വൽ ടു Q ട്രാൻസ്പോസ്. Q ഇൻവേഴ്സ് ഈക്വൽ ടു Q ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ Q ഇൻറ്റു Q ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. Q ഇൻറ്റു Q ട്രാൻസ്പോസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ്. PQ ഈക്വൽ ടു QP എന്നൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ Q കണ്ടുപിടിക്കാൻ പറ്റും. Q എന്ന് പറയുന്നത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമ്പർ ഓഫ് 3/3 മെട്രിസസ് ആണ് ഇൻവെർട്ടിബിൾ മെട്രിസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏതാണ്ട് 16 ആണ് എൻ്റെ ആൻസർ വരുന്നത്. കാരണം 8 + 8 അത് ഓരോന്നും നമുക്ക് 2 × 2 × 2 + 2 × 2 × 2 ഇങ്ങനെ വരും. അപ്പോൾ 8 + 8 16 ആയിരിക്കും ആൻസർ വരിക അതിൻ്റെ. അപ്പോൾ അങ്ങനെ പിന്നെ ഈസി ആയിട്ടുള്ള അത് വലിയ പ്രയാസമുള്ള ക്വസ്റ്റ്യൻ അല്ല. പക്ഷേ ഒരല്പം തിങ്കിങ് കപ്പാസിറ്റി വേണമെന്നേ ഉള്ളൂ. ഇത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റണം. ഇത് അതിനകത്ത് കൂടുതൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് ആ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ. മെയിൻസിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് മാത്സിന്റെ ക്ലബ് ചെയ്ത് വരാറുണ്ടെന്ന് കുട്ടികൾ പറയാറുണ്ട്. അപ്പോൾ പക്ഷേ ഇതിനകത്ത് ഇതൊക്കെ സ്റ്റാൻഡ് ലോൺ ആണ്. ഇത് വേറെ മാട്രിക്സ് മാത്രമേ ഇത് വേറൊരു ചാപ്റ്ററായിട്ട് ഇത് ക്ലബ് ചെയ്തിട്ടില്ല. സ്റ്റാൻഡ് ലോൺ. ഇപ്പോൾ പ്രോബബിലിറ്റി തന്നെ നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റാൻഡ് ലോൺ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. തന്നെയല്ല വലിയ ടഫ് ഒന്നുമുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ലത്. ഇപ്പോൾ പ്രോബബിലിറ്റി ഇത് ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഇപ്പോൾ അല്പസമയം എടുത്തിരിക്കാം. പക്ഷേ ഈ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ ഇതൊക്കെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് പ്രിൻസിപ്പിൾ പിന്നെ പ്രോബബിലിറ്റി ഓഫ് A/B എന്നുള്ള ഇത് വെച്ചിട്ട് പ്രോബബിലിറ്റി ഓഫ് A/B ബൈ പ്രോബബിലിറ്റി ഓഫ് B വെച്ച് ചെയ്യുന്ന പ്രോബ്ലമാണത്. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 of S1 S2 S3 അറ്റ്ലീസ്റ്റ് 1 of S1 S2 S3 ഗിവൺ is equal to probability of S1 intersection. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് S1 യൂണിയൻ S2 യൂണിയൻ S3 എന്നാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - പ്രോബബിലിറ്റി ഓഫ് S1 ഇൻ്റർസെക്ഷൻ S1 ഡാഷ് ഇൻ്റർസെക്ഷൻ S2 ഡാഷ്. അതിൻ്റെ കണ്ടീഷൻ പ്രോബബിലിറ്റി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ തിയറം വെച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണത്. ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റനാണ്. അത് വലിയ ടഫൊന്നും അല്ല. ബട്ട് ഒരു കുട്ടി ആ എക്സാം പോയിന്റ് ഓഫ് ടൈമിൽ എങ്ങനെ ചിന്തിക്കുന്ന അനുസരിച്ചിരിക്കും. ഇത് പ്ലെയിൻസ് ആണ്. പ്ലെയിൻസ് സാധാരണ ഡെലിറ്റഡ് ആണ്. പക്ഷേ പ്ലെയിൻസ് എന്നുള്ള ക്വസ്റ്റനാണ് വന്നിരിക്കുന്നത്. അത് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റനാണ്. അപ്പോൾ ഇത് ഫംഗ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിന് ഒരുപാട് ഫംഗ്ഷൻസുമായിട്ട് കാരണം G.f(f) കോമ്പസിറ്റ് ഫംഗ്ഷൻസ് വെച്ചിട്ട് ഉള്ള ക്വസ്റ്റനാണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ബട്ട് ഇത് അല്പം സമയം എടുക്കുന്ന ഒരു ക്വസ്റ്റനാണ്. എന്നാലും ഇത് ചെയ്ത് പഠിച്ചിട്ടുള്ള കുട്ടിക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇത് വളരെ എളുപ്പമായിട്ടില്ല. കാരണം Z1 തന്നിട്ടുണ്ട്, Z2 തന്നിട്ടുണ്ട്. മോഡുലസ് ഓഫ് x + iy - z1 ഈക്വൽ ടു 2 × മോഡുലസ് ഓഫ്, അതായത് മോഡുലസ് ഓഫ് z - z1 ബൈ മോഡുലസ് ഓഫ് z - z2 ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് ഇവിടെ നോട്ട് ഈക്വൽ ടു 1 വന്നാൽ അത് സർക്കിളായിരിക്കും. അപ്പോൾ ആ സർക്കിളിന് ഇപ്പോൾ സ്ക്വയർ ചെയ്ത്
ഇത് സ്ക്വയർ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ സെൻറ്ററും കണ്ടുപിടിക്കാൻ പറ്റും, അതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റനാണത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഒരു 3-4 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റനാണത്. ദെൻ സെഷൻ 3 വന്നിരിക്കുന്നത് ഇത് സിമെട്രിക് പിന്നെ റിലേഷൻസിൻ്റെ പ്രോപ്പർട്ടി വെച്ചുള്ള ക്വസ്റ്റനാണ്. അത് വലിയ പ്രയാസമൊന്നും ഇല്ലാത്ത ക്വസ്റ്റനാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റനാണ്. കാരണം SP+5SQ ഇവിടുന്ന് നമുക്കൊരു കണ്ടീഷൻ കിട്ടും. ഇവിടുന്ന് ഒരു കണ്ടീഷൻ കിട്ടും. ഇത് പിന്നെ മോഡുലസ് ഓഫ് വെക്ടർ EF ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ES. ഇത് പിന്നെ നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് ഒറിജിനായിട്ട് എടുക്കുക. അപ്പോൾ എസിനെ വേണമെങ്കിൽ 0 ആയിട്ട് എടുത്തിട്ട് ഇതിൽ നിന്ന് റിലേഷൻ കിട്ടും. ആ റിലേഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ അപ്പോൾ അങ്ങനെയുള്ള ഇത് പെർമ്യൂട്ടേഷനിലൊരു ക്വസ്റ്റനാണ്. ഇത് അല്പസമയം എടുക്കുന്ന ക്വസ്റ്റനാണ്. എങ്കിലും അത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഇതിൽ 0 ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ 0 ആണ്. അപ്പോൾ ഇവിടെ 2 0 വരുന്ന കേസ് വരും, 2 1 വരുന്ന കേസ് വരും. ഇവിടെ 2 0യും 2 1 വരുന്ന കേസ് വരും. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ച് പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ B, പ്രോബിലിറ്റി ഓഫ് ഇപ്പോൾ നോക്കി ഇത് രണ്ടും കൂടെ കണ്ടുപിടിച്ച് നടുക്കുള്ള കുറച്ചാൽ മതി. പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ ബിയിൽ നിന്ന് പ്രോബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B കുറച്ചാൽ മതി. കുറയ്ക്കുമ്പോൾ പ്രോബിലിറ്റി അല്ല, നമ്പർ ഇൻ A ഇൻ്റർസെക്ഷൻ B കുറച്ചാൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ വെച്ച് ചെയ്യുന്ന ക്വസ്റ്റനാണത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് വെരി സിമ്പിളായിട്ടുള്ള ക്വസ്റ്റനാണ്. ഇത് α/2 ഇൻ്റഗ്രൽ ലിമിറ്റിൻ്റെ ക്വസ്റ്റനാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 α/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to x 1/1 - t സ്ക്വയർ dt പ്ലസ് ബീറ്റ എക്സ് കോസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ക്യൂബാണ്. ഇതിപ്പോൾ 0/0 ഫോമിലേക്ക് വരും. 0/0 ഫോമിലേക്ക് നമ്മൾ ലൊപ്പിറ്റാൽസ് റൂൾ അപ്ലൈ ചെയ്യുക. ലൊപ്പിറ്റാൽസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ α/2 ഇൻറ്റു 1/1 - x സ്ക്വയർ വരും. 1/1 - x സ്ക്വയർ പ്ലസ് ബീറ്റ എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ ബീറ്റ എക്സ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡ് ബൈ 3x സ്ക്വയർ. ഇതിനെ നമ്മൾ കോസ് എക്സിൻ്റെ എക്സ്പാൻഷൻ കൊടുക്കുക, സൈൻ എക്സിൻ്റെ എക്സ്പാൻഷൻ കൊടുക്കുക. ഇതിനെ 1 - x സ്ക്വയർ ദ ഹോൾ റേസ് ടു -1 എന്ന് എഴുതി എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടുന്ന് x സ്ക്വയർ വരെയുള്ള പിന്നെ എക്സ്പാൻഷൻ എടുക്കാവൂ. അത് ബാക്കി 0 ആക്കി കളയുക. എന്നിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈക്വൽ ടു 2 എന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആൽഫ ബീറ്റയുടെ വാല്യൂ കിട്ടും. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ. അപ്പോൾ അങ്ങനെ വലിയ പ്രയാസമില്ലാത്ത ക്വസ്റ്റ്യൻസ്, വലിയ ഒരുപാട് ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട പ്രോബ്ലംസ് ഒരുപാടൊന്നും കണ്ടിട്ടില്ല. ഒരു 25% 30% ക്വസ്റ്റ്യൻസ് അല്പം ഡിഫിക്കൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി അത് കുറച്ച് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ഇതൊക്കെ ഫംഗ്ഷണൽ ഇക്വേഷൻസ് f(x + y) f(x) f(y). അത് നമ്മൾ സാധാരണ എല്ലാ കുട്ടികൾക്കും നമ്മൾ ചെയ്യിച്ചു കൊടുക്കുന്ന a(x + y) a(x) a(y). ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രോബ്ലം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതായത് കുട്ടികൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് കുട്ടികൾ കണ്ട് പരിചയമാണ്, ചെയ്ത് പരിചയമാണ്. അപ്പോൾ f(x + y) f(x) f(y) ഇത് കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഈ പ്രോപ്പർട്ടിയാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അവിടെ ഈ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ എയുടെ ഒക്കെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ബാക്കി പിന്നെ കെമിസ്ട്രിയും ഇതുപോലെ ചെയ്യേണ്ടതുണ്ട്, ഫിസിക്സും ചെയ്യുക. ഓക്കെ, അപ്പോൾ പൊതുവേ ഒരു ടഫർ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആലോചിച്ചത്. ബട്ട് ഇറ്റ് ഈസ് എ ബിറ്റ് ലെങ്തി കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ്. എസ്പെഷ്യലി 24 23 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലെങ്തി ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കാം, വേണമെങ്കിൽ പറയാനേ ഉള്ളൂ. ബട്ട് ആസ് എ ടീച്ചർ ഇൻ മാത്തമാറ്റിക്സ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ടഫ് കമ്പയർഡ്. അപ്പോൾ 2026 നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത്? 2026 നമ്മൾ എല്ലാം എക്സ്പെക്ട് ചെയ്തോളാം. കാരണം നമ്മൾ ഏത് രീതിയിൽ ചോദിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഏത് രീതിയിലായിരിക്കും, ചിലപ്പോൾ ടഫാക്കാം, ചിലപ്പോൾ മോഡറേറ്റ് ലെവലിൽ പോകാം എന്ന് പറയാൻ പറ്റുള്ളൂ. ഡിപ്പെൻസ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പ്രസംഷൻ എടുത്ത് നമുക്ക് പോകാൻ ഒരിക്കലും പറ്റില്ല, അങ്ങനെ പോകാൻ പാടില്ല, പ്രത്യേകിച്ച് അഡ്വാൻസ്. അപ്പോൾ നമുക്ക് ടീച്ചർ അടുത്ത് കെമിസ്ട്രി ചെയ്യാൻ അതോ ഫിസിക്സ് ചെയ്യുന്നു? ഫിസിക്സ്. സർ, ഫിസിക്സിൽ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് തന്നെ നോക്കിയ സെൻറ്റർ ഓഫ് ദ ഡിസ്ക്, അതായത് റൊട്ടേഷൻ മോഷൻ റിലേറ്റഡ് ആയിട്ട് ഹുക്സ് ലോ വന്നിട്ടുണ്ട്. നോക്കിക്കേ, ഈ ക്വസ്റ്റ്യനിൽ ഹുക്സ് ലോ റിലേറ്റ് ചെയ്യുന്നുണ്ട്. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ഡിസ്ക് എന്നാണ്. അതായത് t = 2π/ω ഉള്ള അതിൻ്റെ കറക്റ്റ് എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഒമേഗയുടെ കറക്റ്റ് എക്സ്പ്രഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും അല്പസമയം എടുക്കും. നമുക്കൊരു 2 മിനിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, 2 to 2 to 3. അല്ല, നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ഇപ്പോൾ 2 മിനിറ്റ് എടുത്ത് ചെയ്യണമൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് ഇപ്രാവശ്യത്തെ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്തി ആയിരുന്നു. ഇപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഇതിപ്പോൾ നമ്മുടെ
മൊമെൻറ്റം കൺസർവേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് സോൾവ് ചെയ്തിട്ട് സൈൻ കോസ് സാധാരണ ചെയ്യിപ്പിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വേഗം എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ പേപ്പർ 1 പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ആയാലും വായിച്ച് മനസ്സിലാക്കി എടുക്കുന്നതിലാണ്. പ്രത്യേകിച്ച് ZYZ ആക്സിസ് ഒക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു കോൺസെപ്റ്റ് കറക്റ്റായിട്ട് ലിങ്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടില്ല. ഇത് കണ്ടോ, ഇത് നമ്മുടെ യൂണിറ്റ്സിൽ നിന്ന് നോർമലി നമ്മൾ വെർനിയർ സ്ക്രൂ ഗേജ് ഇൻസ്ട്രുമെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബേസിക് ആയിട്ടുള്ളതാണ്. നമ്മളെപ്പോഴും കുട്ടികൾ ഇഗ്നോർ ചെയ്യുന്ന ചാപ്റ്റർ, പക്ഷെ അവർക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. ഇത് എക്സ്പെക്ട് ചെയ്ത് കാണില്ല ഈ വർഷം വരുമെന്നുള്ളത് ആരും എക്സ്പെക്ട് ചെയ്ത് അതെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ ഇത് തന്നെ ഞാൻ വീണ്ടും പറയുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻ നന്ന ഡെപ്തിൽ കോൺസെപ്റ്റൽ നോളജ് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ അതായത് ബേസിക് അറിഞ്ഞിരിക്കണം. നോർമൽ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ വെറുതെ പോയി ഇപ്പോൾ മെയിൻസിൽ ക്വാളിഫൈഡ് ആയിരുന്ന കുട്ടി വെറുതെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷേ ചില കുട്ടികൾ ഇപ്പോൾ മെയിൻസിൽ അധികം മാർക്കില്ലാത്ത കുട്ടികൾ, ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾ, ഞാൻ 1-2 കുട്ടികളെ കണ്ടപ്പോൾ അവർക്ക് കുറച്ചുകൂടി നല്ലോണം ചെയ്യാൻ പറ്റി അഡ്വാൻസിൽ. അത് കുട്ടികൾ പ്രത്യേകിച്ച് ഫിസിക്സിൻ്റെ കാര്യത്തിലാവില്ല. അത് ഫിസിക്സിൽ എന്തായാലും ഇപ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ കോൺസെപ്റ്റിൽ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഇപ്രാവശ്യത്തെ അഡ്വാൻസ് കിട്ടത്തുള്ളൂ ഫിസിക്സിൻ്റെ കാര്യം. പക്ഷെ എനിക്ക് തോന്നുന്നു മാത്സിനെക്കാട്ടി കൂടുതൽ കെമിസ്ട്രി അവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇതിപ്പോൾ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു ഈ കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുള്ള അതൊരു കുട്ടികളെ ടെൻഷൻ ആക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ആ കറക്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് തന്നിട്ടുള്ളതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം വരത്തില്ല. ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അതും പ്രത്യേകിച്ച് ഇൻറ്റീജർ ടൈപ്പിലും ഈ രീതിയിൽ കറക്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഫ്രാക്ഷനിൽ വന്നിട്ടുണ്ട്. അവിടെ പ്രശ്നമാണ്. അവിടെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ഇപ്രാവശ്യം. ഇത് സ്ട്രിങ്സ് കണക്റ്റഡ് സിസ്റ്റം. അതെ. ഈ പ്രാവശ്യം വന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മുടെ കണക്റ്റഡ് സ്ട്രിങ്സ് റിലേറ്റ് ചെയ്തിട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ലെങ്തി ആയി പറഞ്ഞ പോലെ അതെ y0 cos omega t minus kx സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലയോ, ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്, അസർഷൻ റീസൺ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റി തന്നിരിക്കുന്നത്. ഗ്രാവിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 2-3 ചാപ്റ്റർ ക്ലബ് ചെയ്ത് മൾട്ടി ടോപ്പിക് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ടോപ്പിക് ആണോ എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. വായിച്ച് നമുക്ക് അതിന്റെ ഡെപ്തിലോട്ട് പോകും. മതപരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. പേപ്പർ 1 കുറവായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം കുറച്ച് കുറവായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ടീച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൽഫ കണ്ടുപിടിക്കാൻ, വാല്യൂ ഓഫ് ആൽഫ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഇത് EM വേവ്സ് റിലേറ്റഡ് ആയിട്ടുള്ള EM വേവ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ആവറേജ് എനർജി ബീങ് കണ്ടെയ്ൻഡ് ഇൻ ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വിത്തിൻ ദ സെയിം വോളിയം തന്നിട്ടുണ്ട്. കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ പഠിക്കുമ്പോൾ ഓരോ സ്പെസിഫിക് ടോപ്പിക് വൈസ് ആയിട്ടല്ല പഠിക്കുള്ളൂ. ക്ലബ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത് കുറവാണ്. ഇഗ്നോർ ചെയ്യുന്നതല്ല, അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇൻറ്റീജർ ടൈപ്പിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് അവർക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട്. ഇത് ബ്ലാക്ക് ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ പവർ ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ തന്നിട്ടുണ്ട്. P2Q ഇൻ ദ സ്റ്റഡി സ്റ്റേറ്റ് ഈസ് WS, അതായത് നമ്മുടെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ +1 ടോപ്പിക്സിൽ തെർമോഡൈനാമിക്സ്, തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ് ആ ടോപ്പിക്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് +1 ടോപ്പിക്കാണ്. +2 ഉണ്ടെങ്കിലും +1 ഈ പ്രാവശ്യം ഈ തെർമോഡൈനാമിക്സ് എനിക്ക് തോന്നി ഈ എഞ്ചിനീയറിംഗ് സെക്ടറിലോട്ട് പോകുന്നതുകൊണ്ടായിരിക്കാം ഈ തെർമോഡൈനാമിക്സ് കൂടുതൽ വെയിറ്റേജ് വന്നിട്ടുള്ളത് ഇപ്രാവശ്യം. പിന്നീട് ഇതേപോലെ തന്നെ ഓപ്റ്റിക്സിലെ അത്യാവശ്യം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓപ്റ്റിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണിത്. ക്ലബ് ചെയ്ത് വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം നന്നായിട്ട് ആലോചിച്ചെങ്കിൽ മാത്രമേ. ഇതും അതേപോലെ തന്നെ ഓപ്റ്റിക്സിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് അത്യാവശ്യം വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഫിസിക്സ്, മോഡേൺ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു.
ഇതാണ് പേപ്പർ 1-ന്റെ ഫിസിക്സിൻ്റെ അനാലിസിസ്. സെഷൻ 4. ഇത് നമ്മുടെ നോർമലി ഇതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് എനിക്കൊന്ന് ചെയ്യാൻ പറ്റുന്നത്. 2-3 കണക്ട് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻസ് നോക്കി അവർക്ക് ചെയ്യാൻ പറ്റുന്ന അതെ അതെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പായിരുന്നു നമ്മുടെ മെട്രിക്സ് മാച്ച് ടൈപ്പ്. ഇതൊക്കെ എസിയിൽ നിന്ന് വന്ന് ചോദിച്ചിട്ടുള്ളതായിരുന്നു. ഇത് നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു. എല്ലാ വർഷവും നമ്മൾ പറയുന്നത് തന്നെയാണ് AC EMI ഈ ടോപ്പിക്സിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന്. മാത്സും ഫിസിക്സും വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ലെങ്തി അല്ല, അതിൽ കുട്ടികൾ കുറച്ച് ആശ്വാസം ഫെമിലിയർ ആയിട്ട് തോന്നും അല്ലേ കുട്ടികൾക്ക്. ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ ആണെങ്കിൽ നെയിമിംഗ് റിയാക്ഷൻസ് വരുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് ഫെമിലിയർ ആയിട്ട് തോന്നും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഫസ്റ്റ് അമോണിയം നൈട്രേറ്റിൻ്റെയും അമോണിയം നൈട്രേറ്റിൻ്റെയും തെർമൽ ഡിക്കമ്പോസിഷൻ, നമ്മൾ തെർമൽ ഡിക്കമ്പോസിഷൻ്റെ ക്ലാസിക് എക്സാമ്പിളായിട്ട് പഠിക്കുന്ന റിയാക്ഷൻസുകളാണിത്. പക്ഷേ ഇത് നമുക്ക് ക്ലബ് ചെയ്ത് വെച്ചിട്ടുണ്ട് അമോണിയം നൈട്രേറ്റും നൈട്രേറ്റും. അപ്പോൾ കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ. ആക്ച്വലി അവർ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ കൈനറ്റിക്സും ഗ്യാസ് ലോസും അങ്ങനെ +1 +2 +1 +2 രണ്ട് ടോപ്പിക്സ് ചെയ്തു. അതിൽ ആൻസർ വരുന്നത് നൈട്രജൻ N2 ആണ്. പക്ഷേ കൺഫ്യൂഷൻ തരുന്ന ഓപ്ഷൻസുകൾ തന്നെയാണ് അവർക്ക് കിട്ടിയത്. അത് ഇൻഡെപ്ത് കുട്ടികൾ നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ ഇത് ചെയ്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ലെവൽ ഒരു മോഡറേറ്റ് ലെവൽ നമുക്ക് പറയാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രി എന്നൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ലിഗാൻസിന്റെ സ്ട്രെങ്ത് വെച്ചിട്ട് നമുക്ക് ലിഗാൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിന്റെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു കോർഡിനേഷൻ കെമിസ്ട്രി. സാധാരണ കോർഡിനേഷൻ കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെ നമുക്ക് D&F ബ്ലോക്ക് എലമെന്റ്സ്. D&F ബ്ലോക്ക് എലമെന്റ്സിൽ നമുക്ക് അയോൺസുകളുടെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതും അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും തന്നെയാണ് തോന്നുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇത് കുറച്ചൊരു കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. കാരണം ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് കുറച്ച് ഒരു ടഫായിട്ട് സ്ട്രക്ചേഴ്സുകളെല്ലാം സിമിലർ ആയിട്ട് തോന്നുന്നു. അപ്പോൾ അതിൽ കുറച്ചൊരു കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാത്ത കുട്ടിക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാത്ത കുട്ടിക്ക് ഒരിക്കലും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും, തൊടാൻ പറ്റില്ല. ശരി. സെഷൻ 2-ൽ പാർഷ്യൽ മാർക്കിംഗ് സിസ്റ്റം നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ വളരെ ഈസി. എല്ലാ കുട്ടികളും കെമിക്കൽ ബോണ്ടിങ്ങിന്റെ ബേസ് അറിയാവുന്ന കുട്ടി പോലും പെട്ടെന്ന് ചെയ്തു പോകുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കെമിക്കൽ ബോണ്ടിങ്. നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഇത്. ജെയ് മെയിൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടഫറാണോ? കുറച്ച് ടഫായിട്ട് തോന്നുന്നു. ഇതും അതുപോലെ തന്നെ നമുക്ക് D&F ബ്ലോക്കിൽ നിന്ന് സാധാരണ കുട്ടികൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ആക്ച്വലി നമ്മൾ ലാന്തനായിട്ട് ഒക്കെ എത്തുമ്പോഴേക്കും കുട്ടികൾ അവോയ്ഡ് ചെയ്യും ആ ടോപ്പിക്ക്. അവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് D&F. സോ നെക്സ്റ്റ് ഇത് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് ഒറ്റ ഒരു ചാപ്റ്റർ നമ്മൾ സാധാരണ ഈ ഓർഗാനിക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ക്ലബ് ചെയ്തിട്ടാണ് ചോദിക്കുക. പക്ഷെ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കൂടുതലാണ് കെമിസ്ട്രി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ ബോർഡ് ലെവലിൽ പോലും കുട്ടികൾ പഠിച്ച് മനസ്സിലാക്കുന്ന റിയാക്ഷൻസുകളാണ്. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. സെഷൻ 3 അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഇക്വേഷൻ കൃത്യമായി അറിയാവുന്ന കുട്ടിക്ക് മാത്രമേ, അതേപോലെ തന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുള്ള കുട്ടി മാത്രമേ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുള്ളൂ. ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ടഫാണ്, അല്പം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ഇത് നമുക്ക് ഇക്വിലിബ്രിയത്തിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇക്വിലിബ്രിയത്തിന്റെ ഒരു അല്പം അഡ്വാൻസ്ഡ് എന്ന് പറയാം, എന്നാൽ ഇലക്ട്രോ കെമിസ്ട്രിയുമായിട്ടും റിലേറ്റഡ് ആണ്. മിക്സ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ ഇത് നമുക്ക് ആക്ച്വലി ഡിലീറ്റഡ് ടോപ്പിക്കാണ്. ശരിക്കും പറഞ്ഞാൽ അല്ല, അഡ്വാൻസിന് അങ്ങനെ ഡിലീറ്റഡ് എന്നുള്ള ഇല്ല എന്നുള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ NCERT-ലെ ഡിലീറ്റഡ് ടോപ്പിക്സിൽ അഡ്വാൻസിന് അത് ഡിലീറ്റഡ് ആവണമെന്നില്ല, അത് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് അത് നല്ലോണം പഠിച്ചിട്ടേ പോകാവൂ. അതെ, അപ്പോൾ ഇത് നമ്മുടെ ഗ്യാസ് ലോസ് ചാപ്റ്റർ കുട്ടികൾ അവോയ്ഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അവിടെ നിന്നാണ് ഈ ഒരു ന്യൂമറിക്കൽ വന്നത്. പക്ഷേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്ക് ബാക്കി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ. ഇതും അവിടുന്ന് തന്നെ വന്ന ക്വസ്റ്റ്യൻ, അതേ ചാപ്റ്ററിൽ തന്നെ വീണ്ടും ക്വസ്റ്റ്യൻ ഗ്യാസ് ലോസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ഇത് പോളിമർ, അടുത്ത നമ്മുടെ ഡിലീറ്റഡ് ടോപ്പിക് എന്ന് പറയുന്ന അടുത്ത പോളിമർ എന്നുള്ള ഓർഗാനിക് കെമിസ്ട്രി. കുറച്ച് ക്ലബ് ചെയ്തിട്ട് 1-2 ചാപ്റ്റേഴ്സുകളെ ചേർത്ത് ഓർഗാനിക് കെമിസ്ട്രി എളുപ്പമാണ്. ഫെമിലിയർ ആയിട്ടുള്ള റിയാക്ഷൻസുകൾ തന്നെ സാധാരണ ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ക്ലബ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. മെട്രിക്സ് മാച്ച് കുറച്ച് ഈസി ആയില്ലേ കുട്ടികൾക്ക്? കാരണം ഇതിൽ 1-2 അവർ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും. സോൾട്ട് അനാലിസിസ് എന്നുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഇതിപ്പോ ഇതിന്റെ ഓപ്ഷനും സർ കുറച്ചുകൂടെ എനിക്കൊന്ന് മൾട്ടിപ്പിൾ അല്ലല്ലോ. അതെ, സിംഗിൾ ഓപ്ഷൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. മറ്റേത് 3, 4, 2 ഒരുമിച്ച് വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് പോലെ ഇല്ലല്ലോ. അതുപോലെ തന്നെ
ഇതും അതുപോലെ ഫെമിലിയർ ആയിട്ടുള്ള നെയിമിംഗ് റിയാക്ഷൻസ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ. ക്വസ്റ്റ്യൻസ് ആണ്. റിയേജൻസ് ഫെമിലിയർ ആണെങ്കിൽ എളുപ്പത്തിൽ തന്നെ അവർക്ക് മാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കുറച്ചൊരു ടഫായിട്ട് വന്നിട്ട് റിയാക്ഷൻ ആയിരുന്നു. റിയാക്ഷൻസ് നമ്മൾ പഠിക്കുന്നതിന് കുറച്ച് കൂടുതലും റിയാക്ഷൻ മെക്കാനിസം ആണ് കുട്ടി ചോദിച്ചിരിക്കുന്നത്. അഡ്വാൻസ്ഡ് ലെവലിൽ നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്ത കുട്ടി മാത്രമേ ഈ ഒരു മാച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ക്വസ്റ്റ്യൻ അതാണ് റാങ്ക് ഡിസൈഡിങ് ഫാക്ടർ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടോപ്പേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പേപ്പർ 2 നമുക്ക് അത് നമ്മൾ പേപ്പർ 1ഉം പേപ്പർ 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അന്നേരം നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് അത്ര വലിയ ടഫ് എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിൽ തന്നെ ഡീപ്പ് നോളജ് ഉള്ള കുട്ടിക്ക് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എസ്പെഷ്യലി കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ആയിരുന്നു കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയേഴ്സ്. എന്നാൽ ഫിസിക്സ് കുറച്ചുകൂടി ടഫായിരുന്നു കമ്പയർഡ് ടു പ്രീവിയസ് ഇയേഴ്സ്. മാത്സ് അതുപോലെ തന്നെ കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ ഒരല്പം ടഫെന്നാണ് കുട്ടികൾ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഒരു വിലയിരുത്തൽ അത്ര വലിയ ടഫെന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡെപ്ത്ത് ട്രെയിനിങ് ആണ്. ഇൻഡെപ്ത്ത് ആയിട്ട് നിങ്ങൾ ഓരോ സബ്ജക്ട്സിലെ ഓരോ ടോപ്പിക്ക് ഇൻഡെപ്ത്ത് ആയിട്ട് പഠിക്കുക. പഠിക്കുന്ന ടോപ്പിക്ക് നല്ലോണം പഠിക്കുക. അത് ഏത് ചാപ്റ്റർ, അത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പല ചാപ്റ്ററായിട്ട് മിക്സ് ചെയ്ത് കണക്ട് ചെയ്തായിരിക്കും വരിക. അപ്പോൾ എല്ലാ ചാപ്റ്ററും നല്ലോണം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അഡ്വാൻസ് ഒരു ക്വസ്റ്റ്യൻ ഫിസിക്സിൽ ഇപ്രാവശ്യം മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും ക്ലബ് ചെയ്തിട്ട് മൾട്ടി ടോപ്പിക് ആയിട്ടാണ് വന്നത്. മാത്തമാറ്റിക്സിൽ അത്ര വലിയ ലിങ്ക്ഡ് ടൈപ്പ് കണ്ടില്ല കുറച്ച്. ബട്ട് കെമിസ്ട്രിയിൽ ഫിസിക്സിൽ നല്ലോണം ലിങ്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.